മനുഷ്യന്മാരായാൽ മതി. നമ്മൾ ജീവിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, പക്ഷെ മനുഷ്യന്മാരാവുന്നില്ല. സൂപ്പർ സൂപ്പർ. ഇങ്ങനെ മരണത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടി പോയ പൃഥ്വിരാജൻ ഭയങ്കരമായിട്ടൊരു കണക്ട് ചെയ്തത് എന്താണ് കണ്ടത്? ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ കുറിച്ച് എന്തെങ്കിലും? ബുക്സ് വായിച്ചിട്ടില്ല, സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയായിട്ടത് കണ്ടപ്പോൾ? നല്ല മൂവി. ആരുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു? പൃഥ്വിരാജ്. എങ്ങനെയുണ്ട് ഓവറോൾ മൂവി? എങ്ങനെയുണ്ട് മ്യൂസിക്കും എഡിറ്റിംഗും ആ ടെക്നിക്കൽ സൈഡൊക്കെ? അടിപൊളിയായിരുന്നു. അത്രയ്ക്കും വിചാരിച്ചില്ല. റിയൽ ഒരു സ്റ്റോറി കൂടെ ആണല്ലോ സംഭവിച്ചൊരു കാര്യങ്ങളാണല്ലോ. മൂവി കണ്ടപ്പോൾ എന്തോ മൂവി തോന്നി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നന്നായിട്ട് മനസ്സിലായി. അതിനകത്ത് അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവര്. ഡെഡിക്കേഷൻ എത്രത്തോളം? ഒരുപാട് 100%. പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. വല്ലാത്തൊരു റിയാക്ഷൻ. ഒരു മനുഷ്യൻ ഇത്രയും വെയിറ്റ് ലോസ് ചെയ്യുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. 100% ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. വർക്കൗട്ട്. നല്ല മൂവിയാണ്. അഭിനയം വേറെ ഒന്നുമില്ല പറയാൻ, രക്ഷയില്ല. എല്ലാ സീനും ആളെ അഭിനയിച്ചിരിക്കുന്നത് വെയിറ്റ് ലോസും ഒരു രക്ഷയില്ല. സൂപ്പർ ഫിലിം. ഇമോഷനാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ആർട്ട് വർക്കാണ്, നല്ല മ്യൂസിക്കാണ്, എല്ലാം നല്ലതായിരുന്നു. നല്ല അഭിനയമായിരുന്നു. കാണുമ്പോൾ തന്നെ ഒരു റിയൽ ആയിട്ടൊരു ഫീലിംഗ് നമുക്ക് വരും. സിനിമയായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അതേപോലെ മ്യൂസിക്കൊക്കെ മലയാളം പോലെ തന്നെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. താങ്ക്സ് ടു എ ആർ റഹ്മാൻ ആൻഡ് ടീം. നല്ലോണം നല്ല ഡെഡിക്കേഷൻ. അത് ആ ബോഡി കാണുമ്പോഴും ആ സെറ്റ് കാണുമ്പോഴൊക്കെ കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു. ഇല്ല പൃഥ്വിരാജിന്റെ ആ ഒരു മേക്ക് ഓവർ അടിപൊളി. സൂപ്പർ. ഒന്നും പറയാനില്ല. സൂപ്പർ പടം. സൂപ്പർ. വായിച്ചിട്ടുണ്ട്. കുറേ ഭാഗം മിസ്സിംഗ് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത്രയും നമുക്ക് സിനിമയായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സൂപ്പർ. ഒന്നും പറയാനില്ല. സൂപ്പർ പടം. ഭയങ്കര ടച്ചിങ് ആയിരുന്നു. മനുഷ്യജീവിതം എങ്ങനെയുണ്ടെന്ന് പൃഥ്വിരാജിൻ്റെ അഭിനയം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഭയങ്കര ടച്ചിങ് ആണ്. റിയൽ സ്റ്റോറിയാണെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും. ഇങ്ങനെ ആൾക്കാർ മരിച്ച് ജീവിച്ച് വരുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല ഫിലിമാണ്.